ഒരിക്കൽ കഠിന തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മാവിൽ നിന്നും ലോകത്തുള്ള എല്ലാ വരങ്ങളും നേടിയെടുത്ത ദാരികൻ എന്ന അസുരൻ തനിക്ക് കിട്ടിയ വരങ്ങൾ ഉപയോഗിച്ച് ലോകത്തെ നശിപ്പിക്കാൻ ഒരുങ്ങുകയും ദേവന്മാരെയും മനുഷ്യരെയും ഒരുപോലെ ഉപദ്രവിക്കുകയും ചെയ്തു. ഈ ദുരിതത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒത്തുചേർന്ന് ദാരികവധത്തിനായി ആദ്യം സപ്തമാതാക്കളെ സൃഷ്ടിച്ചു. സപ്തമാതാക്കളിൽ ഒരു ദേവതയാണ് ബ്രഹ്മാവിന്റെ ശക്തി ദേവതയായ ബ്രാഹ്മണി. അടുത്തതാണ് മഹാവിഷ്ണുവിന്റെ ശക്തി ദേവതയായ വൈഷ്ണവി. പിന്നെ മഹാശിവന്റെ ശക്തി ദേവതയായ മഹേശ്വരി ദേവി. അടുത്തത് ഇന്ദ്രന്റെ ദേവതയായ ഇന്ദ്രാണി. അടുത്തത് സുബ്രഹ്മണ്യന്റെ ദേവതയായ കൗമാരി ദേവത. സപ്തമാതാക്കളിൽ അടുത്തത് വരാഹദേവന്റെ ദേവതയായ വരാഹിയാണ്. സപ്തമാതാക്കളിൽ അവസാന ദേവതയാണ് കാളിദേവിയുടെ സ്വഭാവമുള്ള ചാമുണ്ഡി. സപ്തമാതാക്കൾ ഓരോരുത്തരായി ദാരികനോട് ഏറ്റുമുട്ടിയെങ്കിലും അവർ പരാജയപ്പെടുകയും ദേവന്മാരുടെയും മനുഷ്യരുടെയും ഭീതി വർദ്ധിക്കുകയും ചെയ്തു. ഒടുവിൽ ദാരികവധത്തിനായി മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും അതീവ തേജസ്സും ശക്തിയുമുള്ള ഭഗവതി ഭദ്രകാളി എന്ന രൂപം പിറവിയെടുത്തു. ദാരികനുമായുള്ള യുദ്ധത്തിൽ മഹാമായ ഭദ്രകാളി ദാരികനെ വധിക്കുകയും ദാരികന്റെ തലയറുത്ത് ആ തലയോടുകൂടി കൈലാസത്തിലെത്തി വലതു തിരിഞ്ഞ് വലം വെക്കുകയും പിന്നീട് തന്റെ പിതാവായ മഹാദേവനോട് ദാരികന്റെ ഈ അറുത്തുമാറ്റിയ ശിരസോടുകൂടി താൻ കൈലാസത്തിൽ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തു. ത്രിമൂർത്തികളുടെ ശക്തിയും ബുദ്ധിയുമുള്ള നീ ഇവിടെ ഇരുന്നാൽ ശേഷിക്കുന്ന എല്ലാ ബഹുമതികളും നിനക്കാവും ലഭിക്കുക. അതിനാൽ നീ ചേരമാൻ നാട്ടിൽ ചെറുകുടി മനുഷ്യരുടെ കുലദൈവമായി ഇരിക്കൂ എന്ന് മഹാദേവൻ കൽപ്പിച്ചു. അവിടെ വടക്ക് നോക്കി പ്രതിഷ്ഠ കൊടുക്കുവാനും നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ചേരമാൻ നാടായ കൊടുങ്ങല്ലൂരിൽ ഭഗവതി ഭദ്രകാളിയായ അമ്മ മഹാമായ എത്തിച്ചേർന്നത്.